Hey, what's up, you guys? Welcome to my YouTube channel Beyond the Road. ഇന്ന് നമ്മൾ കാഞ്ഞാറിൻ്റെ ആ ഒരു വിഷ്വൽ ഞാൻ കാണിച്ചു തരാം. ഫുള്ള് മഞ്ഞുള്ളൊരു സ്പോട്ട് കാര്യങ്ങളൊക്കെയാണ്. ഇന്ന് ബൈക്കിന് വരാൻ പറ്റില്ലായിരുന്നു. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് മഴയും മഞ്ഞ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഗോപ്രോയ്ക്കകത്ത് ഫുള്ള് വെള്ളം കയറും. വാട്ടർ പ്രൂഫാണ്, പക്ഷേ അത്ര റിസ്ക് എടുക്കാൻ വയ്യ. എന്നാൽ അതുകൊണ്ട് ഞാൻ കാറുമായിട്ട് പോന്നു. സോ കിഡിലും മഞ്ഞാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. തൊട്ടടുത്ത് വരുന്ന വണ്ടിയൊന്നും നമുക്ക് കാണാൻ പോലും പറ്റില്ല, അതുപോലെ മഞ്ഞുണ്ട്. ലൈറ്റൊക്കെ ഇട്ട് നൈസായിട്ട് പോവുക. ഒരു വണ്ടി വരുന്നു. ഇത് അടുത്ത് വന്നാലേ നമുക്ക് കാണത്തുള്ളൂ. ഇത് ലോങ് കിടക്കുന്ന റോഡാണ്, പക്ഷേ നമുക്ക് അടുത്ത് വന്നാലേ സെറ്റായിട്ട് കാണാൻ പറ്റുള്ളൂ. നിങ്ങൾ ഉറപ്പായിട്ട് ഈ വഴി വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഇതൊക്കെ. ബിക്കോസ് ഒരു രക്ഷയില്ലാത്ത വഴിയാണ്. ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെയാണ്. ചെറിയൊരു മഴ വരുമ്പോഴും ഒക്കെ ഒരു രക്ഷയില്ല, വേറെ ലെവൽ തന്നെ. നിങ്ങൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഉറപ്പായിട്ടും. അപ്പോൾ ഞാൻ ഈ വിഷ്വൽസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ബൈക്ക് എടുക്കാൻ പറ്റിയില്ല. ബൈക്ക് എടുത്താലായിരുന്നു കൂടുതൽ വിഷ്വൽ അടിപൊളിയായിട്ട് കിട്ടുന്നത്. പക്ഷേ ഗോപ്രോ എടുത്ത് ഹെൽമെറ്റ് വെച്ച് പോകാൻ പറ്റത്തില്ല, കാരണം മഴ കാര്യങ്ങളൊക്കെയാണ്. സോ സേഫായിട്ട് കൊച്ചി എത്തണമല്ലോ, അപ്പോൾ ബൈക്കിങ് എടുത്തു. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് വന്നവർ ഉണ്ടെങ്കിലും കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഫാമിലീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ചെറിയ ചെറിയ ഹോട്ടൽസ് ഉണ്ട്. വലിയ ബിഗ്ഗായിട്ട് നിങ്ങൾ നോക്കണ്ട. ചെറിയ ചെറിയ ഹോട്ടൽസ്, കോഫി ഷോപ്പ്, ചായക്കട കാര്യങ്ങൾ, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി ലോങ്ങിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, പക്ഷേ ഇതുകൊണ്ട് ഒട്ടും കാണത്തില്ല. ഇത്ര അടുത്ത് വന്നാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇവിടെ ഒരുപാട് ഫാമിലീസ് കാര്യങ്ങൾ എല്ലാവരും ഉണ്ട്. അടിപൊളി വ്യൂ കേട്ടോ, രക്ഷയില്ല. എനിക്ക് പുറത്തിറങ്ങണമെന്നുണ്ട്, പക്ഷേ ഞാൻ ഓൾറെഡി ഈ ഗ്ലാസ്സിൽ ഗോപ്രോ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് എനിക്ക് പുറത്തിറങ്ങിയാൽ വിഷ്വൽ കാണിച്ചു തരാൻ പറ്റില്ല. ജസ്റ്റ് മിസ്. ഇപ്പം തട്ടിയാന. ഈ ഒരു സ്പോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യം അറിയാവുന്നതാണ്. ഓൾമോസ്റ്റ് എല്ലാവരും വരുമ്പം പുള്ളിക്കാനത്ത് ഈ ഒരു സ്പോട്ടിൽ എല്ലാവരും വണ്ടി നിർത്തുന്നതാണ് നോർമലി. സോ നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിലെല്ലാം സൂപ്പർ മഞ്ഞാണ്. ലെഫ്റ്റ് സൈഡിലേക്ക് ഫുള്ള് കൊക്ക കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിനകത്തേക്ക് ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല. ഓൾറെഡി വെയിൽ കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട്. നേരത്തെ ഇതില്ലായിരുന്നു, അതുകൊണ്ട് ഒട്ടും കാണാൻ പറ്റത്തില്ല. കിഡിലൻ മഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഞ്ഞാണ്. തൊട്ടടുത്ത് വണ്ടി വന്നാൽ പോലും കാണൂല. നിങ്ങൾ സേഫായിട്ട് വരിക, സേഫായിട്ട് പോവുക, ഹാപ്പി ആയിട്ട് വരിക, പോവുക. ഈ സമയത്തൊന്നും ഓവർടേക്കിങ് കാര്യങ്ങളൊന്നും പാടില്ല, കാരണം ഇതുകൊണ്ട് തൊട്ടടുത്ത് വന്നാലേ നമുക്ക് കാണത്തുള്ളൂ. ലൈറ്റൊക്കെ ഇട്ട് വരിക. ഈ ഒരു സ്പോട്ട് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അറിയാവുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, കാരണം ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു അമ്പലമുണ്ട്. അവിടെ കയറി നിങ്ങൾക്ക് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാം. ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു സ്പോട്ട് ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയാവുന്നതായിരിക്കും. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ചെല്ലുന്ന ഒരു ഹോട്ടലല്ലെന്ന് തോന്നുന്നു, ഒരു കോഫി ഷോപ്പാണ്. അവിടെ നിങ്ങൾക്ക് ചായ, കടികൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടും. ഈ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നതാണ് ഇത് അമ്പലം. അത് നൈസാണ് അമ്പലം. ഈ ഒരു ടൈമിലൊക്കെ നിങ്ങളിവിടെ വരുവാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് അടിപൊളിയായിട്ട് പോകാൻ പറ്റുന്നതായിരിക്കും. കിടിലനാണ് കേട്ടോ, ഒരു രക്ഷയില്ല. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുമ്പ് ഞാൻ ഒരു KSRTC കണ്ടപ്പോഴാണ് വിചാരിച്ചത്. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ അടുത്ത് പറയണം. ഈ പ്രിയദർശിനി സംഭവങ്ങളൊക്കെ വന്നേ പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് ബസ്, ഇതുണ്ടോ കിടക്കുന്നൊരു പ്രൈവറ്റ് ബസ്സിനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടമില്ല. കാരണം ബോയ്സ് ഫുള്ള് കയറും, ഒരു നിർബന്ധമില്ല. കാരണം ഓൾമോസ്റ്റ് ബോയ്സിനെല്ലാം ബൈക്കുണ്ട്, കാറുണ്ട്, ഇവരെല്ലാം അതായിരിക്കും പോകുന്നത്. പിന്നെ കുറച്ച് പേരെ കാണത്തുള്ളൂ ഇതിന് പോകുന്നത്. അപ്പോൾ ഇവർ ചെയ്ത ഏറ്റവും വലിയൊരു മണ്ടത്തരമായിരുന്നു ഇത്. ഇതാണ് ഞാൻ പറഞ്ഞ ചായക്കട. സോ നമുക്ക് ലെഫ്റ്റ് സൈഡ് പോയി കഴിഞ്ഞാൽ ഭയങ്കര മഞ്ഞായിരിക്കും. സോ സേഫായിട്ട് ഞാൻ ഈ പ്രാവശ്യം മൂലമറ്റം വഴി പോവാം. ഞാൻ തിരിച്ചു വരുമ്പം നിങ്ങൾക്ക് ആ വിഷ്വൽ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ വരാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ വരണം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയദർശിനി വന്നേ പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് ബസ്, ഓട്ടോക്കാർ, ഇവർക്കൊന്നും ഒരു വരുമാനം ഇല്ലാണ്ടായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേൾസ് ഫുൾ അതിൽ കയറും, ബോയ്സിന് മാത്രം ഫ്രീ ഇല്ല. സോ ബോയ്സിന് ഓൾമോസ്റ്റ് ബൈക്ക് കാറൊക്കെ ഉള്ളവരാണ്. സോ അവരങ്ങനെ പോകും. പിന്നെ കുട്ടികളെ ഉള്ളൂ. അപ്പം മറ്റേ ഗണേഷ് കുമാർ വന്നിട്ട് പറഞ്ഞില്ലേ,
നിങ്ങൾ സ്ത്രീകൾക്ക് മാത്രം കൊടുത്താൽ പോരാ, കുട്ടികൾക്കും കൊടുക്കണം. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കോമഡി ആയിരുന്നു. ബിക്കോസ് 5 ഇയർ അവരുടെ കയ്യിൽ തന്നെയല്ലേ ഇരുന്നിരുന്നേ. എന്നിട്ടും അവരത് ഒന്നും ചെയ്യാണ്ട് ലാസ്റ്റ് ദാനം കിട്ടിയ പശുവിൻ്റെ വായിലെ പല്ലുണ്ടെന്നു എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ പാർട്ട് 1 ഇത്രേ ഉള്ളൂ. അത് ഞാൻ മൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സോ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്ക് ആൻഡ് കമൻറ്റ്. See you the next video. Until then, bye bye. ना जानू मैं बस इतना ही जानू, तुझ में रब दिखता है यारा, मैं क्या करूं तुझ में।